വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ സിനിമാ ആസ്വാദകരുടെയും സവിശേഷ സാന്നിധ്യത്തിൽ 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഡെലിഗേറ്റ് കിറ്റ് വിതരണോദ്ഘാടനം സസന്തോഷം നിർവഹിച്ചതായി പ്രഖ്യാപിക്കട്ടെ. ലോകം കേരളത്തിലേക്ക് വിരുന്ന് വരികയാണ്. വീണ്ടും എല്ലാ വർഷവും ഡിസംബർ മാസമാകുമ്പോൾ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്ന നമ്മുടെ സ്വന്തം IFFK ഇക്കുറിയും തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ ആരംഭം കുറിച്ചിരിക്കുകയാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു വലിയ ഭാഗഭാക്കാണ്, തിരുവനന്തപുരത്തിൻ്റെ ഒരു ഹൃദയമിടിപ്പാണ് IFFK എന്നുള്ളത്. ഒരല്പം കൂടി വളർന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് തിരുവനന്തപുരത്തുകാരുടെ മാത്രം സ്വന്തം അഹങ്കാരമല്ല, കേരളത്തിൻ്റെ അഹങ്കാരമാണെന്ന്. അതും കഴിഞ്ഞ് അല്പം കൂടി വളർന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ അഭിമാനമാണ് IFFK എന്നുള്ളത്. കാരണം ഇവിടെ എത്തിച്ചേരുന്ന ഓരോ സിനിമ ആസ്വാദകയും ആ ഒരു വികാരം തന്നെയാണ് ഏറ്റുപറയുന്നതും. കുക്കു ഇവിടെ സൂചിപ്പിച്ച പോലെ ഓരോ വർഷവും അവരാവർത്തിച്ച് വീണ്ടും വീണ്ടും നമ്മുടെ മണ്ണിലേക്ക് തിരിച്ചെത്തുന്നത് നമ്മുടെ സിനിമ അത്രമാത്രം ലോകത്തിൻ്റെ വികാരങ്ങളെ ഒപ്പിയെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. കേരളം എന്നുള്ളത് സംസ്കാരങ്ങളുടെ ഒരു സങ്കലനമാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ ഒരു ആധുനിക മുഖമാണ് IFFK എന്ന് പറയുന്നത് യാതൊരു അതിശയോക്തിയുമില്ല. കാരണം ലോക സിനിമ കേരളം കാണാനായി എത്തുകയാണ് IFFKയിലൂടെ. മലയാളികൾ അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള സിനിമ ആസ്വാദകർ ജീവിതത്തിൻ്റെ ഓരോ നിഴലും വെളിച്ചവും സിനിമയിലൂടെ ഒപ്പിയെടുക്കുവാൻ ഈ IFFKയിലൂടെ ആഗ്രഹിക്കുന്നു, അതിനായി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. എത്ര നല്ല സിനിമ നമ്മൾ ഉണ്ടാക്കിയാലും അത് കാഴ്ചക്കാരുടെ മധ്യത്തിലേക്ക് ആവേശപൂർവ്വം എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ സാർത്ഥകമാവില്ല. ഞാൻ ലിജോമോളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ് പഠിച്ചത് എന്നുള്ളത് ചോദിച്ചായിരുന്നു. ഏത് വിഷയത്തിലായിരുന്നു ഡിഗ്രി ചെയ്തത്? ലിജോമോൾ എന്നോട് പറഞ്ഞു PG ചെയ്തത് ലൈബ്രറി സയൻസസിലാണെന്ന്. അപ്പോൾ അധികം പേർ ഇന്ന് ലൈബ്രറി സയൻസസിൽ PG ചെയ്ത അധികം പേര് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്നേഹം തോന്നി. പുസ്തകങ്ങളുടെ കൂട്ടുകാരിയാണ് ലിജോമോൾ എന്നുള്ളത് കൊണ്ട്.